എഡ്യൂകെസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ ഇനി വരുന്ന പരീക്ഷകൾക്കായിട്ട് തിരഞ്ഞെടുത്ത 100 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ദ സ്കോപ്പ് ഓഫ് ഹാപ്പിനെസ്, എ പേഴ്സണൽ മെമ്മോയർ എന്നത് ആരുടെ ആത്മകഥയാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. വിജയലക്ഷ്മി പണ്ഡിറ്റിൻ്റെ ആത്മകഥയാണ് ദ സ്കോപ്പ് ഓഫ് ഹാപ്പിനെസ്, എ പേഴ്സണൽ മെമ്മോയർ എന്നത്. ലോക മാനസികാരോഗ്യ ദിനം എന്നാണ്? ഒക്ടോബർ 10. ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം. ഹൈക്കോടതിയിൽ കേസ് വാദിച്ച ആദ്യ ഇന്ത്യൻ വനിത വയലറ്റ് ആൽവ. വയലറ്റ് ആൽവയാണ് ഹൈക്കോടതിയിൽ കേസ് വാദിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലേസിയർ ലാംബർട്ട് ഗ്ലേസിയർ. അന്റാർട്ടിക്കയിലെ ലാംബർട്ട് ഗ്ലേസിയറാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലേസിയർ. ബ്ലൂടൂത്ത് ടെക്നോളജിയുടെ ഉപജ്ഞാതാവ് ജാബ് ഹാഡ്സൺ. ജാബ് ഹാഡ്സൺ ആണ് ബ്ലൂടൂത്ത് ടെക്നോളജിയുടെ ഉപജ്ഞാതാവ്. ലെൻസിൻ്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ ലെൻഡിക്കുലർ മേഘങ്ങൾ. ലെൻസിൻ്റെ ആകൃതിയിലുള്ള മേഘങ്ങളാണ് ലെൻഡിക്കുലർ മേഘങ്ങൾ. 1908 കോഴിക്കോട് രൂപം കൊണ്ട മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? സി കുഞ്ഞിരാമമേനോൻ. സി കുഞ്ഞിരാമമേനോൻ ആയിരുന്നു 1908 കോഴിക്കോട് രൂപം കൊണ്ട മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ കപ്പലിലെ ഉപകരണം വോയേജ് ഡാറ്റ റെക്കോർഡർ, VDR. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ കപ്പലിലെ ഉപകരണമാണ് VDR, വോയേജ് ഡാറ്റ റെക്കോർഡർ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അന്ധൻ എറിക് വേൻമേയർ. എറിക് വേൻമേയർ ആണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അന്ധനായ വ്യക്തി. ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ് സർവേ ഭവന്തു സുഖിനഃ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആപ്തവാക്യമാണ് സർവേ ഭവന്തു സുഖിന. മഠത്തിൽ അപ്പു, ചിരുകണ്ഠൻ, അബൂബക്കർ, കുഞ്ഞമ്പു നായർ എന്നിവർ തൂക്കിലേറ്റപ്പെട്ടത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്? കയ്യൂർ സമരം. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ടവരാണ് മഠത്തിൽ അപ്പു, ചിരുകണ്ഠൻ, അബൂബക്കർ, കുഞ്ഞമ്പു നായർ എന്നിവർ. കോഴിക്കോട് സാമൂതിരി സ്ഥാപിച്ച കേരള വിദ്യാശാലയുടെ ഇപ്പോഴത്തെ പേര്? ഗുരുവായൂരപ്പൻ കോളേജ്. കോഴിക്കോട് സാമൂതിരി സ്ഥാപിച്ച കേരള വിദ്യാശാലയുടെ ഇപ്പോഴത്തെ പേരാണ് ഗുരുവായൂരപ്പൻ കോളേജ്. സൂര്യൻ്റെയും ആകാശഗോളങ്ങളുടെയും ഉന്നതി അളക്കുന്ന ഉപകരണം സെക്സ്റ്റന്റ്. സെക്സ്റ്റന്റ് എന്ന ഉപകരണമാണ് സൂര്യൻ്റെയും ആകാശഗോളങ്ങളുടെയും ഉന്നതി അളക്കുന്ന ഉപകരണം. ബാർകോഡ് രേഖപ്പെടുത്തിയ ആദ്യ ഉൽപ്പന്നം ച്യൂയിംഗം. ച്യൂയിംഗമാണ് ബാർകോഡ് രേഖപ്പെടുത്തിയ ആദ്യത്തെ ഉൽപ്പന്നം. സംഗ്രാമധീരൻ എന്ന ബിരുദം നേടിയ വേണാട് രാജാവ് രവിവർമ്മ. രവിവർമ്മയാണ് സംഗ്രാമധീരൻ എന്ന ബിരുദം നേടിയ വേണാട് രാജാവ്. മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്തി തുടങ്ങിയ കാലഘട്ടം നവീന ശിലായുഗം. മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്തി തുടങ്ങിയ കാലഘട്ടമാണ് നവീന ശിലായുഗം. ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഇന്റർനെറ്റ് വഴി വ്യക്തികളെ അപമാനപ്പെടുത്തുന്ന സൈബർ കുറ്റകൃത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? സൈബർ ബുള്ളിയിങ്. ഇന്റർനെറ്റ് വഴി വ്യക്തികളെ അപമാനപ്പെടുത്തുന്ന സൈബർ കുറ്റകൃത്യം സൈബർ ബുള്ളിയിങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ. അഡ്രിനാലിനാണ് അടിയന്തര ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോൺ അൾഡോസ്റ്റിറോൺ. ശരീരത്തിൽ നിന്നുമുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോണാണ് അൾഡോസ്റ്റിറോൺ.
ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം. വീക്ഷണ സ്ഥിരത. ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമാകുന്നത് വീക്ഷണ സ്ഥിരത എന്ന പ്രതിഭാസം മൂലമാണ്. മല്ലിസൈ മന്നർ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞൻ MS വിശ്വനാഥൻ. MS വിശ്വനാഥനാണ് മല്ലിസൈ മന്നർ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞൻ. കപ്പൽ യാത്രകളിൽ ദിശ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഉപകരണം മാരിനേഴ്സ് കോമ്പസ്. മാരിനേഴ്സ് കോമ്പസ് എന്ന ഉപകരണമാണ് കപ്പൽ യാത്രകളിൽ ദിശ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഉപകരണം. ഭിലായ് സ്റ്റീൽ പ്ലാന്റിന് ആവശ്യമായ ഇരുമ്പയിര് ലഭ്യമാകുന്ന പ്രദേശം രാജ്ഹാര കുന്നുകൾ. ഭിലായ് സ്റ്റീൽ പ്ലാന്റിന് ആവശ്യമായ ഇരുമ്പയിര് ലഭ്യമാകുന്നത് രാജ്ഹാര കുന്നുകളടങ്ങുന്ന പ്രദേശത്തു നിന്നുമാണ്. ദേശീയ അഭിഭാഷക ദിനമായി ആചരിക്കുന്ന ഡിസംബർ 3 ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദേശീയ അഭിഭാഷക ദിനമായി ആചരിക്കുന്ന ഡിസംബർ 3 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ജന്മദിനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് മീനങ്ങാടി. മീനങ്ങാടിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി വനിത ബാലാമണിയമ്മ. ബാലാമണിയമ്മയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി വനിത. 1994 ബാലാമണിയമ്മയുടെ ഈ നേട്ടം. ലീലാതിലകം എന്ന മണിപ്രവാള കൃതിയിൽ പരാമർശിക്കുന്ന വേണാട് രാജാവ് ഉദയമാർത്താണ്ഡവർമ്മ. ലീലാതിലകം എന്ന മണിപ്രവാള കൃതിയിൽ പരാമർശിക്കുന്ന വേണാട് രാജാവാണ് ഉദയമാർത്താണ്ഡവർമ്മ. ആൽഫ്രഡ് വെഗ്നറുടെ സിദ്ധാന്തപ്രകാരം 280 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബൃഹത് ഭൂഖണ്ഡം പാൻജിയ. ആൽഫ്രഡ് വെഗ്നറുടെ സിദ്ധാന്തപ്രകാരം 280 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബൃഹത് ഭൂഖണ്ഡമായിരുന്നു പാൻജിയ. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതുവരെയുള്ള കാലയളവ് അറിയപ്പെടുന്നത് ഇൻക്യുബേഷൻ പീരിയഡ്. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതുവരെയുള്ള കാലയളവ് അറിയപ്പെടുന്നത് ഇൻക്യുബേഷൻ പീരിയഡ് എന്നാണ്. മാതംഗലീല ഏത് മൃഗത്തെ സംബന്ധിച്ച ഗ്രന്ഥമാണ്? ആന. ആനയെ സംബന്ധിച്ച ഒരു ഗ്രന്ഥമാണ് മാതംഗലീല. വാൽ നക്ഷത്രങ്ങളുടെ വാലിൻ്റെ ദൃശ്യതയ്ക്ക് കാരണമാകുന്ന പ്രതിഭാസം ടിൻഡൽ പ്രഭാവം. ടിൻഡൽ എഫക്റ്റ്. വാൽ നക്ഷത്രങ്ങളുടെ വാലിൻ്റെ ദൃശ്യതയ്ക്ക് കാരണമാകുന്ന പ്രതിഭാസമാണ് ടിൻഡൽ പ്രഭാവം. കാരണമറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്ന പേര് ക്രിപ്റ്റോജനിക് ഡിസീസസ്. കാരണം അറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്ന ഒരു പേരാണ് ക്രിപ്റ്റോജനിക് ഡിസീസസ്. ആശാ വർക്കർ എന്നതിൻ്റെ പൂർണ്ണരൂപം അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് വർക്കർ. ആശാ വർക്കർ എന്നതിൻ്റെ പൂർണ്ണരൂപമാണ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് വർക്കർ. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തത് സഹോദരൻ അയ്യപ്പൻ. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തത് സഹോദരൻ അയ്യപ്പനാണ്. നൊബേൽ സമ്മാനം കരസ്ഥമാക്കിയ ആദ്യ വനിത മാഡം ക്യൂറി. മാഡം ക്യൂറിയാണ് നൊബേൽ സമ്മാനം കരസ്ഥമാക്കിയ ആദ്യ വനിത. മാഡം ക്യൂറിക്ക് 1903 ഭൗതികശാസ്ത്രത്തിലും 1911 രസതന്ത്രത്തിലും പുരസ്കാരം ലഭിച്ചു. നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ്? വിനോബ ഭാവെ. വിനോബ ഭാവെയാണ് ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത്. നൊബേൽ സമ്മാനം നിലവിൽ വന്ന വർഷം 1901. 1901 നൊബേൽ സമ്മാനം നിലവിൽ വന്നത്. ഏത് ധാതുവിൻ്റെ ആധിക്യം കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ്? ഇരുമ്പ്. ഇരുമ്പിൻ്റെ ആധിക്യം കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ്. എല്ലാ അമാവാസി നാളിലും സൂര്യഗ്രഹണം നടക്കാത്തതിന് കാരണം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെ ചെരിവ്. ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെ ചെരിവ് മൂലമാണ് എല്ലാ അമാവാസി നാളിലും സൂര്യഗ്രഹണം
നടക്കാത്തതിന് കാരണം? വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് കാവേരിയിൽ ചേരുന്ന നദി കബനി. കബനി നദിയാണ് വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് കാവേരിയിൽ ചേരുന്ന നദി. കർണാടകയിലെ വീരകമ്പ കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് എത്തുന്ന നദി ഉപ്പള. ഉപ്പള നദിയാണ് കർണാടകയിലെ വീരകമ്പ കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് എത്തുന്ന നദി. ICC ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ആദ്യ താരം രാഹുൽ ദ്രാവിഡ്. രാഹുൽ ദ്രാവിഡാണ് ICC ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ആദ്യ താരം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഈറ്റില്ലം എന്ന് വിളിപ്പേരുള്ള നഗരം കൊൽക്കത്ത. കൊൽക്കത്തയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഈറ്റില്ലം എന്ന് വിളിപ്പേരുള്ള നഗരം. തുമ്പൂർ മൊഴി അണക്കെട്ട് ഏത് നദിയിലാണ്? ചാലക്കുടിപ്പുഴ. ചാലക്കുടിപ്പുഴയിലാണ് തുമ്പൂർ മൊഴി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. വനവൽക്കരണത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര. വനവൽക്കരണത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര. ഒരു ഉരുക്കുസൂചി ചുട്ടുപഴുപ്പിച്ച ശേഷം വായുവിൽ സാവധാനം തണുപ്പിക്കുന്ന രീതി അനീലിംഗ്. ഒരു ഉരുക്കുസൂചി ചുട്ടുപഴുപ്പിച്ച ശേഷം വായുവിൽ സാവധാനം തണുപ്പിക്കുന്ന രീതി അറിയപ്പെടുന്നത് അനീലിംഗ് എന്നാണ്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചാൾസ് ഡ്യൂക്ക്. ചാൾസ് ഡ്യൂക്കാണ് ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. 36 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ നേട്ടം. വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം മിതവാദി. വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് മിതവാദി എന്ന പത്രത്തിലായിരുന്നു. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം സെറിബെല്ലം. സെറിബെല്ലമാണ് മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം. ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകം DNA. DNA ആണ് ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകം. നേത്രഗോളത്തിൻ്റെ പാളികളുടെ എണ്ണം 3. നേത്രഗോളത്തിന് 3 പാളികളാണുള്ളത്. ദൃഢപടലം, രക്തപടലം, റെറ്റിന. ലോകാരോഗ്യ ദിനം എന്നാണ് ലോകാരോഗ്യ ദിനം? ഏപ്രിൽ 7. ഏപ്രിൽ 7-നാണ് ലോകാരോഗ്യ ദിനം. വർണ്ണാന്ധത കണ്ടെത്തുന്നതിനുള്ള പരിശോധന ഇഷിഹാര ടെസ്റ്റ്. വർണ്ണാന്ധത കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്. ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത്? നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് മാസ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് അറിയപ്പെടുന്നത് മാസ് എന്നാണ്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റ് പാഴ്സെക്. പാഴ്സെക്കാണ് ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റ്. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനമാണ് വിസരണം. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനമാണ് വിസരണം എന്നറിയപ്പെടുന്നത്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പുസ്തകം രചിച്ചത് ശശി തരൂർ. ശശി തരൂരാണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പുസ്തകം രചിച്ചത്. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ പ്രൊജസ്റ്ററോൺ. പ്രൊജസ്റ്ററോൺ എന്ന ഹോർമോണാണ് ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം ആനമല വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് ആനമല വന്യജീവി സങ്കേതം. പെൻഡ് ലാൻഡേറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? നിക്കൽ. നിക്കലിൻ്റെ അയിരാണ് പെൻലാൻഡേറ്റ്. ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത്? പ്ലാസ്മ. ദ്രവ്യത്തിൻ്റെ പ്ലാസ്മാവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത്. റൈറ്റ് സഹോദരന്മാർ ആദ്യമായി പറപ്പിച്ച വിമാനത്തിൻ്റെ പേര് ഫ്ലയർ. ഫ്ലയർ എന്നതായിരുന്നു റൈറ്റ് സഹോദരന്മാർ ആദ്യമായി പറപ്പിച്ച വിമാനത്തിൻ്റെ പേര്.
1687 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനം സൂറത്തിൽ നിന്ന് എവിടേക്കാണ് മാറ്റിയത്? മുംബൈ. 1687 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനം സൂറത്തിൽ നിന്ന് മുംബൈയിലേക്കായിരുന്നു മാറ്റിയത്. ബ്രിട്ടീഷുകാർ മിനി ഇംഗ്ലണ്ട് എന്നും ഡച്ചുകാർ ഹോംലി ഹോളണ്ട് എന്നും പോർച്ചുഗീസുകാർ ലിറ്റിൽ ലിസ്ബൺ എന്നും വിളിച്ചിരുന്ന കേരളത്തിലെ നഗരം കൊച്ചി. ബ്രിട്ടീഷുകാർ മിനി ഇംഗ്ലണ്ട്, ഡച്ചുകാർ ഹോംലി ഹോളണ്ട് എന്നും പോർച്ചുഗീസുകാർ ലിറ്റിൽ ലിസ്ബൺ എന്നും വിളിച്ചിരുന്ന കേരളത്തിലെ നഗരമായിരുന്നു കൊച്ചി. ഡച്ചുകാർ നിർമ്മിച്ച ചേറ്റുവ കോട്ട അഥവാ ഫോർട്ട് വില്യമിൻ്റെ അവശിഷ്ടങ്ങൾ ഏത് ജില്ലയിലാണുള്ളത്? തൃശൂർ. ഡച്ചുകാർ നിർമ്മിച്ച ചേറ്റുവ കോട്ട അഥവാ ഫോർട്ട് വില്യമിൻ്റെ അവശിഷ്ടങ്ങൾ തൃശൂർ ജില്ലയിലാണ് ഉള്ളത്. ഭൂമിയിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവമെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? തൃശൂർ പൂരം. തൃശൂർ പൂരത്തെയാണ് ഭൂമിയിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവമെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത്. ആന്ധ്രാപ്രദേശിൻ്റെ സംസ്ഥാന മൃഗം ബ്ലാക്ക് ബക്ക്. ബ്ലാക്ക് ബക്കാണ് ആന്ധ്രാപ്രദേശിൻ്റെ സംസ്ഥാന മൃഗം. വടക്ക് കിഴക്കിൻ്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന അർദ്ധ സൈനിക വിഭാഗം അസാം റൈഫിൾസ്. ആസാം റൈഫിൾസ് ആണ് വടക്ക് കിഴക്കിൻ്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന അർദ്ധ സൈനിക വിഭാഗം. ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ രൂപവൽക്കരണം ശുപാർശ ചെയ്ത കമ്മിറ്റി പാർത്ഥസാരഥി കമ്മിറ്റി. ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ രൂപവൽക്കരണം ശുപാർശ ചെയ്ത കമ്മിറ്റിയായിരുന്നു പാർത്ഥസാരഥി കമ്മിറ്റി. ഇരവികുളം ദേശീയോദ്യാനത്തിനുള്ളിലുള്ള വെള്ളച്ചാട്ടം ലക്കം വെള്ളച്ചാട്ടം. ഇരവികുളം ദേശീയോദ്യാനത്തിനുള്ളിലുള്ള വെള്ളച്ചാട്ടമാണ് ലക്കം വെള്ളച്ചാട്ടം. ഗുൽരുഖി എന്ന തൂലികാനാമത്തിൽ സാഹിത്യരചന നടത്തിയിരുന്ന ഡൽഹി സുൽത്താൻ സിക്കന്ദർ ലോധി. സിക്കന്ദർ ലോധിയാണ് ഗുൽരുഖി എന്ന തൂലികാനാമത്തിൽ സാഹിത്യരചന നടത്തിയിരുന്ന ഡൽഹി സുൽത്താൻ. വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ടാണ് വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. പുന്നപ്ര വയലാർ സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ചുമതലപ്പെടുത്തിയ 5 അംഗ അന്വേഷണ സമിതിക്ക് നേതൃത്വം നൽകിയതാരാണ്? AP ഉദയഭാനു. AP ഉദയഭാനുവായിരുന്നു പുന്നപ്ര വയലാർ സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ചുമതലപ്പെടുത്തിയ 5 അംഗ അന്വേഷണ സമിതിക്ക് നേതൃത്വം നൽകിയത്. ഇന്ത്യയുടെ ആദ്യത്തെ വിദൂര സംവേദന ഉപഗ്രഹം IRS-1A. IRS-1A ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വിദൂര സംവേദന ഉപഗ്രഹം. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത്? ബീഹാർ. ബീഹാർ സംസ്ഥാനം വിഭജിച്ചായിരുന്നു ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത്. PJ ആന്റണിക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ നിർമാല്യം. PJ ആന്റണിക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത സിനിമയാണ് നിർമാല്യം. ആസിഡും ആൽക്കഹോളും തമ്മിൽ ചേർന്നുണ്ടാകുന്ന മിശ്രിതം എസ്റ്റർ. എസ്റ്ററാണ് ആസിഡും ആൽക്കഹോളും തമ്മിൽ ചേർന്നുണ്ടാകുന്ന മിശ്രിതം. സോപ്പിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് TFM. ടോട്ടൽ ഫാറ്റി മാറ്റർ. TFM ആണ് സോപ്പിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത് ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ആയിരുന്നു കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം ഏകദേശം എത്ര വർഷം നീണ്ടുനിന്നു? 190. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം ഏകദേശം 190 വർഷമാണ് നീണ്ടുനിന്നത്. 1757 പ്ലാസി യുദ്ധം മുതൽ 1947 വരെ. അജന്ത ചിത്രകലയിലെ വർണ്ണങ്ങൾ എന്തുകൊണ്ടുണ്ടാക്കിയവ ആയിരുന്നു? ധാതുക്കളും ചെടികളും. അജന്ത ചിത്രകലയിലെ വർണ്ണങ്ങൾ ധാതുക്കളും ചെടികളും കൊണ്ട് ഉണ്ടാക്കിയവ ആയിരുന്നു. ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് ധർമ്മരാജാവ്. ധർമ്മരാജാവാണ് ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ്. ധർമ്മരാജാവിൻ്റെ യഥാർത്ഥ പേര് കാർത്തിക തിരുനാൾ രാമവർമ്മ എന്നതാണ്. മലയാളത്തിലെ ആദ്യത്തെ പത്രമായ
രാജ്യസമാചാരം എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? തലശ്ശേരി. മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം തലശ്ശേരിയിൽ നിന്നുമായിരുന്നു പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം സൗരോർജം. സൗരോർജമാണ് ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം. ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ആണ് ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഉപ്പള കായൽ. കാസർഗോഡ് ജില്ലയിലെ ഉപ്പള കായലാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ. പാറ്റഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു നാഫ്തലിൻ. നാഫ്തലിനാണ് പാറ്റഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഇംഗ്ലീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട അഞ്ചുതെങ്ങ് കോട്ട. അഞ്ചുതെങ്ങ് കോട്ടയാണ് കേരളത്തിൽ ഇംഗ്ലീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട. പേർട്ടുസിസ് എന്നറിയപ്പെടുന്ന രോഗം വില്ലൻ ചുമ. വില്ലൻ ചുമയാണ് പേർട്ടുസിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം. പോസ്റ്റ് ഓഫീസ് എന്ന പുസ്തകം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. പോസ്റ്റ് ഓഫീസ് എന്ന പുസ്തകം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നൃത്തരൂപം ഭരതനാട്യം. ഭരതനാട്യമാണ് ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നൃത്തരൂപം. ബാരിസ് എന്നറിയപ്പെടുന്ന നദി പമ്പ. പമ്പ നദിയാണ് ബാരിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദി. അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളായിരുന്നു അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. അക്കാമ ചെറിയാൻ്റെ ആത്മകഥ ജീവിതം ഒരു സമരം. അക്കാമ ചെറിയാൻ്റെ ആത്മകഥയുടെ പേരാണ് ജീവിതം ഒരു സമരം. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി ശാന്തി പ്രസാദ് ജെയിൻ. ശാന്തി പ്രസാദ് ജെയിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി. ഏഷ്യയുടെ നോബൽ എന്നറിയപ്പെടുന്നത് മഗ്സസെ അവാർഡ്. മഗ്സസെ അവാർഡാണ് ഏഷ്യയുടെ നോബൽ എന്ന് അറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ ഡി നിർമ്മിക്കുന്നത് ഏത് ഭാഗത്താണ്? ത്വക്ക്. മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ ഡി നിർമ്മിക്കുന്നത് ത്വക്കിൽ വെച്ചാണ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.